അതായത് നമ്മുടെ നാട്ടിൽ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരുടെ കണക്ക് കേട്ട് കഴിഞ്ഞാൽ ഇതേ ബോധം കെട്ട് വീഴും. അത്രയും ആൾക്കാരുണ്ട്. എല്ലാ വകുപ്പിലുള്ളവരും പറയുമ്പോ പോലീസിൽ പറയുന്നില്ലേ, പോലീസിലെ ഭാരം കൂടുന്നോണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ വരുന്നു കേൾക്കാറില്ലേ? എന്ന് പറഞ്ഞാൽ KSRTC പറഞ്ഞത് അതൊന്നും അത്ര കറക്റ്റല്ല. KSRTC ബസ് മേടിച്ച കാര്യം പറഞ്ഞു. 119 ബസ് മേടിച്ചത് കേന്ദ്ര ഗവൺമെന്റ് സ്മാർട്ട് സിറ്റിയിൽ ഫ്രീ കൊടുത്തതല്ലേ. അടുത്തത് 50 പിന്നെ 50 ബസ് കിട്ടിയത് അതെ, കേന്ദ്ര ഗവൺമെന്റ് ഒരു സ്കീമിൽ കിട്ടതാണ് 119. പിന്നെ 50 മേടിച്ചത് കിഫ്ബി എന്നുള്ള ലോണാ. അപ്പോഴും ഓർക്കേണ്ടത് 900-ഓളം ബസ് ഓൾറെഡി ഓടാവുന്ന ബസ് റിപ്പയർ ചെയ്യാതെ കിടക്കുക. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, പ്രൈവറ്റുകാരൻ്റെ ഒരു ബസ് എത്ര പഴയ ബസ്സാണ് ഓടിക്കുന്നത്, അവരവിടെ കുറച്ചുകൂടെ കീറി കൊടുക്കും. ഇവിടെ കീറി കൊടുക്കുന്നില്ല. ഞാൻ MD ആയിരുന്ന ആളാണ്. പക്ഷെ സത്യസത്യമായിട്ട് പറയണ്ടേ, ഇപ്പോഴത്തെ ഒരു പ്രശ്നം KSRTC വഴി ഫ്രീ കൊടുക്കാനുള്ള തീരുമാനം എടുത്തു ഗവൺമെന്റ്. ഇനി അത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അത് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് അതിന് എക്സ്ട്രാ ഉള്ള ഫണ്ട് ഗവൺമെന്റ് കണ്ടുപിടിക്കണം. അത് സെസ് വഴിയോ ടാക്സ് വഴിയോ അവർ കണ്ടുപിടിച്ചോളൂ. രണ്ടാമത് എക്സിസ്റ്റിംഗ് KSRTC എഫിഷ്യൻ്റ് ആക്കുക. നേരത്തെ ഞാൻ പറഞ്ഞാൽ അവർ 30 രൂപയ്ക്ക് ഓടിക്കുമ്പോൾ ഇവിടെ 61 രൂപയ്ക്ക് ഓടിക്കുന്നു. എന്തിനാ? രണ്ടേ ഓരോ മനുഷ്യരല്ലേ ഓടിക്കുന്നത്. ഇതേ ആള് തന്നെ KSRTC പോയി പ്രൈവറ്റ് ബസ് ഓടിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഈ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ക്രിമിനൽസാ. അവർക്ക് ഒരു സൗജന്യവും ഇല്ല. അവർ വണ്ടി ഓടിക്കണേ, മോട്ടോർ വെഹിക്കിളിന് കൊടുക്കണം കാശ്, പോലീസിന് കൊടുക്കണം കാശ്. ഇവിടെ അങ്ങനെ ടൈം ടേബിൾ ഞാൻ പറഞ്ഞ ഓപ്പറേഷണൽ ആൻഡ് ലോജിസ്റ്റിക് ചേഞ്ചസ് വരുത്തണം. ഈ പോയിന്റാണ് ഞാൻ പറഞ്ഞ ഓപ്പറേഷണൽ ലോജിസ്റ്റിക് ചേഞ്ചസ്. KSRTC ലാഭത്തിലാക്കാൻ പറ്റിയ സ്കീമുകൾ, അതൊരു പെർസ്പെക്റ്റീവ് പ്ലാൻ, ഒരു ബസ്സുകൾ പ്രവർത്തനക്ഷമതയുള്ള ബസ്സുകൾ മാത്രം ഓടിക്കുക, പ്രവർത്തനക്ഷമതയില്ലാത്ത ജീവനക്കാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട സർക്കാരിന്റെ ബാധ്യതയാണ്, പൊതുജനങ്ങളുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് നമുക്ക് അവരെയൊന്നും പിരിച്ചുവിടാനൊന്നും പറ്റത്തില്ല. അവരുടെ മാനസികമായ ബലപ്പെടുത്തേണ്ടതൊക്കെ ഒരു ആവശ്യമുണ്ട്. സാമ്പത്തിക ബലപ്പെടുത്തൽ മാത്രം, അവരുടെ മാനസികമായ എല്ലാ തൊഴിൽ മേഖലയിലും. പുതിയ കാലത്ത് അങ്ങ് ഈ പറയുന്ന ട്രഡീഷണൽ എക്കണോമിക്സ് കൊണ്ട് ജീവിച്ചു പോകാൻ പറ്റുമോ? അല്ല, പ്രാക്ടിക്കൽ എക്കണോമിക്സ് ആയിരക്കണക്കിന് ആൾക്കാരെ പിരിച്ചുവിടും. 61 എന്നുള്ളത് ഓപ്പറേഷണൽ കോസ്റ്റ് 60. നമ്മുടെ സാർ പറഞ്ഞില്ലേ, അമേരിക്കയിൽ നിന്നൊക്കെ വന്നതേ ഉള്ളൂ. അവിടെയൊക്കെ 61 കുറയ്ക്കാൻ നമുക്ക്